നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത് ഒരു സിമ്പിൾ മലപ്പുറം ചിക്കൻ ബിരിയാണി. അതിനാവശ്യം ആദ്യം 2 കപ്പ് ബിരിയാണി അരി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലൈല ബ്രോക്കൺ ബസ്മതി റൈസാണ്. നിങ്ങൾക്ക് അവിടെയുള്ള സുലഭമായ റൈസ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ശേഷം 3-4 ഉള്ളി കനം കുറഞ്ഞ് അരിഞ്ഞത്. അതിനുശേഷം അത് നന്നായി കൈകൊണ്ട് തിരുമ്മിയെടുക്കുക. പിന്നെ മല്ലിച്ചപ്പ്, പുതിന, പട്ട, പൂവ്, ഏലക്കായ, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, ചിക്കൻ നന്നായി മസാല കൂട്ടിയത്, തൈര്, പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ശേഷം എടുത്തു വെച്ച ചിക്കൻ നമുക്ക് നന്നായിട്ട് പൊരിച്ചെടുക്കാം. ഏത് ചട്ടിയിലാണോ നമ്മൾ ദമ്മിടുന്നത് ആ ചട്ടിയിൽ തന്നെ പാകത്തിനുള്ള എണ്ണ വാർന്ന് നന്നായിട്ട് പൊരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കണം. ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നന്നായിട്ട് വാട്ടിയെടുക്കുക. അത് നമുക്ക് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെക്കാം. ശേഷം അരി നന്നായി കഴുകിയിട്ട് അതിലേക്ക് പൂവ്, പട്ട, ഏലക്കാഴ, ഇല, പിന്നെ 1 സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചത്, കറിവേപ്പില ഇട്ടുകൊണ്ട് നന്നായിട്ട് നമുക്ക് അടച്ചു വെച്ച് തിളപ്പിക്കാം. അത് വേകുമ്പോഴത്തേന് നമുക്ക് മസാല റെഡിയാക്കാം. ഉള്ളി നന്നായി വാടിയതിന് ശേഷം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അത് നന്നായി പാകമാകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർക്കുക. മുഴുവനായിട്ടും ചേർക്കുക. പിന്നെ കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന ഇട്ട് നന്നായിട്ട് ഇളക്കാം. ശേഷം നമ്മൾ എടുത്തു വെച്ച മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ പൊരിച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കിയെടുക്കുക. പിന്നെ തൈരും ആഡ് ചെയ്യുക. അതിന് എത്രത്തോളം തൈര് എടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റും കൂടും. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം പകുതി വേവായ റൈസ് ഊറ്റിയെടുത്ത് അതിലേക്ക് ദമ്മിടുക. കൈകൊണ്ട് നെങ്ങുമ്പോൾ നന്നായി നെങ്ങരുത്. പാകത്തിന് ജസ്റ്റ് ഒന്ന് കടിക്കണ മതി. ആ വേവ് മതി. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ ഉള്ളി നന്നായിട്ട് പൊരിച്ചെടുത്തിട്ട് ആ എണ്ണയും ഉള്ളിയും പാടെ ചോറിന് മുകളിലേക്ക് വിതറാം. 1 സ്പൂൺ ഗരം മസാല വീട്ടിൽ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലേവറിനും മണത്തിനും അത് നന്നായതാണ്. നമുക്ക് ദമ്മ് ഇട്ടിട്ട് ശേഷം ഒരു അരമണിക്കൂർ ശേഷം കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് എടുത്തു നോക്കാം. അധികമൊന്നും ദമ്മിടേണ്ടതില്ല, കാരണം ചിക്കൻ പൊരിച്ചതാണ്. മൂടി തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു, കാരണം ഗരം മസാല ആഡ് ചെയ്തതുകൊണ്ട്. അപ്പം ബിരിയാണി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക.